വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, യു ആർ ലിസ്ണിംഗ് ടു ബ്രില്യൻറ്റ് TV ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു സാധാരണ സംഭാഷണം, അതായത് ഓഫീസിലോ മറ്റോ അവധി ചോദിക്കേണ്ടി വരുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാമെന്ന് നോക്കാൻ പോകുകയാണ്. അതെ, ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ? തീർച്ചയായും. ഇത് നമ്മൾക്ക്, കേൾക്കുന്ന നിങ്ങൾക്ക്, ഞങ്ങളോടൊപ്പം തന്നെ പറഞ്ഞു പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം മലയാളത്തിൽ ഒരു സാഹചര്യം പറയും. ശരി. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് നോക്കും. അതിലെ ഓരോ വാക്കും, പിന്നെ അതെങ്ങനെ ഒരു വാചകമായി മാറുന്നു, അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിക്കും. ലളിതമായിട്ട് അല്ലേ? അതെ, വളരെ ലളിതമായിട്ട്. നിങ്ങളും കൂടെ ഏറ്റു പറയണം കേട്ടോ. ഓക്കെ. അപ്പോ ആദ്യത്തെ കാര്യം നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജറോടോ മറ്റോ ചോദിക്കണം, സർ, എനിക്കൊരു അവധി എടുക്കാൻ പറ്റുമോ? ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? ഇത് സാധാരണയായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു ആവശ്യമാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, സർ, മേ ഐ ടേക്ക് എ ലീവ്? സർ, മേ ഐ ടേക്ക് എ ലീവ്? അതെ, നമുക്കിതിലെ വാക്കുകളൊന്ന് നോക്കിയാലോ? സർ എന്ന് നമ്മൾ ഒരാളെ ബഹുമാനത്തോടെ വിളിക്കുന്നു. മേ എന്ന് പറയുന്നത് അതൊരു സാധ്യത അല്ലെങ്കിൽ അനുവാദം ചോദിക്കാനാണ്. പറ്റുമോ, സാധിക്കുമോ എന്നർത്ഥത്തിൽ. ആ ഒരു മര്യാദ അല്ലേ? അതെ, ഒരു മര്യാദയോടെയുള്ള ചോദ്യം. ഐ എന്നാൽ ഞാൻ അല്ലെങ്കിൽ എനിക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. എ ലീവ് ഒരു അവധി. ഓക്കെ. അപ്പോ എല്ലാം കൂടി ചേർത്ത് സർ, മേ ഐ ടേക്ക് എ ലീവ് എന്ന് പറയുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് വിനയത്തോടെ നമ്മൾ അനുവാദം ചോദിക്കുകയാണ്, സർ, ഞാനൊരു ലീവ് എടുത്തോട്ടെ എന്ന്. ശരിയാണ്. ആ മേ ഐ എന്നുള്ള ഉപയോഗം ശ്രദ്ധേയമാണ്. അപ്പൊ കേൾക്കുന്നവരെ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. സർ, മേ ഐ ടേക്ക് എ ലീവ്. ഓക്കെ, ഇനി അടുത്തത്. അപ്പോ നിങ്ങളുടെ അപേക്ഷ കേട്ട മാനേജർ തിരിച്ചു ചോദിക്കുകയാണ്, എപ്പോഴാണ് നിങ്ങൾക്ക് അവധി വേണ്ടത്? അത് സ്വാഭാവികമായും വരുന്ന ചോദ്യമാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ചോദിക്കാം, വെൻ ഡു യു നീഡ് ദ ലീവ്? വെൻ ഡു യു നീഡ് ദ ലീവ്? ഇതിലെ വാക്കുകൾ നോക്കാം. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. ശരി. ഡു ഇവിടെ ഈ വാചകത്തെ ഒരു ചോദ്യരൂപത്തിലാക്കാൻ സഹായിക്കുന്ന വാക്കാണ്. യു നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ വേണ്ടത്. ദ ലീവ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അവധി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രത്യേക അവധിയല്ലേ? അതെ അതെ. അപ്പോ വെൻ വെച്ച് തുടങ്ങി ഡു യു നീഡ് ദ ലീവ് എന്ന് ചോദിക്കുമ്പോൾ ഏത് സമയത്താണ്, എപ്പോഴാണ് നിങ്ങൾക്ക് ആ അവധി വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. വളരെ വ്യക്തം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം, വെൻ ഡു യു നീഡ് ദ ലീവ്. ഇനി അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കണം. നമ്മൾ പറയാണ്, എനിക്ക് ഈ വെള്ളിയാഴ്ചയാണത് വേണ്ടത്. ഇത് വളരെ സിമ്പിളായിട്ട് പറയാം, ഐ നീഡ് ഇറ്റ് ദിസ് ഫ്രൈഡേ. ഐ നീഡ് ഇറ്റ് ദിസ് ഫ്രൈഡേ. നോക്കൂ, ഐ എനിക്ക്, നീഡ് വേണം അല്ലെങ്കിൽ ആവശ്യമുണ്ട്, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ ലീവാണ്, ആ അവധിയെ. ദിസ് ഫ്രൈഡേ ഈ വെള്ളിയാഴ്ച. അപ്പോ ഐ നീഡ് ഇറ്റ് ദിസ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വെള്ളിയാഴ്ചയാണ് അത് ആവശ്യമുള്ളത് എന്ന് കൃത്യമായി. ശരി, അപ്പൊ അതും നമുക്കൊന്ന് ഒരുമിച്ച് പറയാം, ഐ നീഡ് ഇറ്റ് ദിസ് ഫ്രൈഡേ. ഇനി അടുത്ത ചോദ്യം വരാം, എത്ര ദിവസത്തെ അവധിയാണ് നിങ്ങൾക്ക് വേണ്ടത്? ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ദിവസം വേണമായിരിക്കുമല്ലോ. അതെ, അപ്പോൾ അത് ചോദിക്കാൻ ഹൗ മെനി ഡേയ്സ് ഡു യു നീഡ് എന്നുപയോഗിക്കാം. ഇവിടെ ഹൗ മെനി എന്ന് ചോദിച്ചാലേ എത്ര എണ്ണം എന്നാണ് അർത്ഥം. ഡേയ്സ് ദിവസങ്ങൾ. ഡു യു നീഡ് നമ്മൾ നേരത്തെ കണ്ടതാണ്, നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ശരി. അപ്പോ ഹൗ മെനി ഡേയ്സ് ഡു യു നീഡ് എന്ന് ചോദിക്കുമ്പോൾ എത്ര ദിവസങ്ങളാണ് ആവശ്യം എന്നാണ് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പറയാം, ഹൗ മെനി ഡേയ്സ് ഡു യു നീഡ്. അതിന് മറുപടി പറയുകയാണ്, വെള്ളിയും ശനിയും, വെറും 2 ദിവസം. ഇത് പറയാൻ ഇങ്ങനെ മതി, ജസ്റ്റ് 2 days, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ജസ്റ്റ് 2 days. അതെ, ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും അല്ലെങ്കിൽ മാത്രം. 2 days 2 ദിവസം. എന്നിട്ടത് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് വ്യക്തമാക്കുന്നു. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, വെള്ളിയും ശനിയും. സിമ്പിൾ. നമുക്ക് ഒരുമിച്ച് പറയാം, ജസ്റ്റ് 2 days, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. ഇനി ചിലപ്പോൾ മാനേജർക്ക് കാരണം അറിയണമെന്നുണ്ടാവാം. എന്തിനാണ് നിങ്ങൾക്ക് അവധി എന്ന് ചോദിച്ചേക്കാം. കാരണം ചോദിക്കാൻ വൈ വെച്ച് തുടങ്ങാം. വൈ ഡു യു നീഡ് ദ ലീവ്? വൈ ഡു യു നീഡ് ദ ലീവ്? വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. ഡു യു നീഡ് ദ ലീവ് നമ്മൾ നേരത്തെ കണ്ടു, നിങ്ങൾക്ക് ആ അവധി ആവശ്യമുണ്ട്. അപ്പോ വൈ ചേർത്ത് ചോദിക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അവധി വേണ്ടത്? ശരിയാണ്. കാരണം ചോദിക്കാൻ
നമുക്ക് ഒരുമിച്ച് പറയാം. വൈ ഡു യു നീഡ് ദ ലീവ്? ഇനി കാരണം പറയണം. നമ്മുടെ കയ്യിലുള്ള ഈ സംഭാഷണത്തിലെ കാരണം എനിക്കപ്പോൾ ഒരു കുടുംബപരമായ ചടങ്ങുണ്ട് എന്നാണ്. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? കുറച്ച് ഫോർമലായിട്ട്. പറയാം. ഐ ഹാവ് എ ഫാമിലി ഫംഗ്ഷൻ ദെൻ. ഐ ഹാവ് എനിക്കുണ്ട്. എ ഫാമിലി ഫംഗ്ഷൻ ഒരു കുടുംബപരമായ ചടങ്ങ്. ദെൻ അവസാനം വരുന്നത്. ദെൻ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് എന്നർത്ഥത്തിൽ. ശരി ശരി. അപ്പൊ അതും കൂടെ ഒന്ന് പറയാം. ഐ ഹാവ് എ ഫാമിലി ഫംഗ്ഷൻ ദെൻ. ഓക്കേ. ഒടുവിൽ ഇതെല്ലാം കേട്ട് മാനേജർ സമ്മതിക്കുകയാണ്. ശരി, നിങ്ങളുടെ അവധി അനുവദിച്ചിരിക്കുന്നു. സന്തോഷമുള്ള വാർത്ത. അത് പറയാൻ സാധാരണയായി ഓക്കേ യോർ ലീവ് ഇസ് അപ്രൂവ്ഡ് എന്ന് പറയും. ഓക്കേ, യോർ ലീവ് ഇസ് അപ്രൂവ്ഡ്. ഓക്കേ എന്ന് പറഞ്ഞാൽ ശരി, ഒരു സമ്മതം. യോർ ലീവ് നിങ്ങളുടെ അവധി. ഇസ് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിച്ചിരിക്കുന്നു. ലീവിന് സമ്മതം കിട്ടി എന്നർത്ഥം. അതെ, നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു, അവധി തന്നിരിക്കുന്നു. കൊള്ളാം. നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കേ, യോർ ലീവ് ഇസ് അപ്രൂവ്ഡ്. നന്നായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു സംഭാഷണത്തിലെ പ്രധാന ഭാഗങ്ങൾ നോക്കി. ഇനി ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ട് എന്ന് നോക്കിയാലോ? അതൊരു നല്ല ഐഡിയ ആണ്. ഞങ്ങൾ ഈ സംഭാഷണത്തിന്റെ മലയാളം ഭാഗം പറയാം. നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് ഓർത്ത് പറയാൻ ശ്രമിക്കണം. റെഡിയല്ലേ? ശരി. ആദ്യത്തെ ചോദ്യം. സർ, എനിക്കൊരു അവധിയെടുക്കാൻ പറ്റുമോ? വളരെ നന്നായിട്ടുണ്ട്. കിട്ടിയില്ലേ? ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. സർ, മേ ഐ ടേക്ക് എ ലീവ്? അടുത്തത്. എപ്പോഴാണ് നിങ്ങൾക്ക് അവധി വേണ്ടത്? എക്സലന്റ്. ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. വെൻ ഡു യു നീഡ് ദ ലീവ്? ഇനി മറുപടി. എനിക്ക് ഈ വെള്ളിയാഴ്ചയാണ് അത് വേണ്ടത്. വളരെ നന്നായിട്ടുണ്ട്. നല്ല ശ്രമം. ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. ഐ നീഡ് ഇറ്റ് ദിസ് ഫ്രൈഡേ. അടുത്ത ചോദ്യം. എത്ര ദിവസത്തെ അവധിയാണ് നിങ്ങൾക്ക് വേണ്ടത്? ഗംഭീരം. ഇത് കിട്ടിക്കാണും. ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. ഹൗ മെനി ഡേയ്സ് ഡു യു നീഡ്? അതിന്റെ ഉത്തരം വെള്ളിയും ശനിയും, വെറും 2 ദിവസം. എക്സലന്റ്. ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. ജസ്റ്റ് 2 days, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ. കാരണം ചോദിക്കുന്നതെങ്ങനെയായിരുന്നു? എന്തിനാണ് നിങ്ങൾക്ക് അവധി? വളരെ നന്നായിട്ടുണ്ട്. ഓർത്തെടുത്തു അല്ലേ? ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. വൈ ഡു യു നീഡ് ദ ലീവ്? അതിന്റെ ഉത്തരം എനിക്കപ്പോൾ ഒരു കുടുംബപരമായ ചടങ്ങുണ്ട്. ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. ഐ ഹാവ് എ ഫാമിലി ഫംഗ്ഷൻ ദെൻ. അവസാനമായി അവധി കിട്ടുമ്പോൾ പറയുന്നത്. ശരി, നിങ്ങളുടെ അവധി അനുവദിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഉറക്കെ പറയൂ. ഓക്കേ, യോർ ലീവ് ഈസ് അപ്രൂവ്ഡ്. So, my dear friends, keep practicing, keep learning, and remember that every step you take brings you closer to fluency. We are from Brilliant TV. We will meet again with another exciting episode. Have a great day. Bye for now.